മാധ്യമപ്രവർത്തകരെ കാണാൻ തീരുമാനിച്ചത്. തൃശ്ശൂർ പൂരം കലക്കിയതിനാലാണ് ശ്രീ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വിജയിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പരാമർശം BJPയോടുള്ള അവഹേളനമല്ല, മറിച്ച് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ അവഹേളനമാണ്. ഇത് UDFൻ്റെ നിലപാടാണ്. കാരണം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, VD സതീശൻ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് UDFൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയം, ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ഇതേ തരത്തിലുള്ള പരാമർശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ തൃശ്ശൂരിൽ മത്സരിച്ച UDFൻ്റെ സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പേടിച്ചോടി വന്ന് തൃശ്ശൂരിൽ മത്സരിച്ച ആൾ പരാജയപ്പെട്ടതും, സ്വന്തം ബൂത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത സുനിൽകുമാർ തൃശ്ശൂരിൽ പരാജയപ്പെട്ടതുമൊക്കെ ഇതൊക്കെ BJPക്കാരും തൃശ്ശൂരിലെ ജനങ്ങളും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം UDFും VD സതീശനും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങളൊന്ന് മാധ്യമപ്രവർത്തകരിലൂടെ ജനങ്ങളെയും അതോടൊപ്പം സതീശനെയും ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സതീശന് മറവി രോഗമില്ലെങ്കിൽ സതീശൻ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 1275 ബൂത്തുകളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തായിരുന്നു. ഇതിൽ 620 സ്ഥലത്തെ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് സ്ഥാനാർത്ഥി തന്നെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ പരാതി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 620 സ്ഥലങ്ങളിലെ ആളുകളൊക്കെ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ മാത്രം, കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു, തൃശ്ശൂരിൽ മാത്രം സിറ്റിംഗ് MPക്ക് ടിക്കറ്റ് കൊടുത്തില്ല? അതിൻ്റെ കാരണം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് അറിയാമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ്, അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തിന് മാത്രം കൊടുക്കാതിരുന്നത്. ബാക്കി എല്ലാവർക്കും കൊടുക്കുകയും അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കാരണം അതായിരിക്കുമെന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഫലപ്രഖ്യാപനത്തിന് ശേഷം TN പ്രതാപനെതിരായും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെതിരായും ഒക്കെ പ്രവർത്തകർ പരസ്യമായിട്ട് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് രംഗത്ത് വന്നു. അനിൽ അക്കരെയും MP വിൻസെന്റിനെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഒട്ടിച്ചു. K മുരളീധരൻ തന്നെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരാതിരുന്നത് ബോധപൂർവമാണ് എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ആരാണ് നേതാക്കളെ അയക്കാതിരുന്നത്? തീരുമാനമെടുത്തത് സതീശനല്ലേ, അല്ലെങ്കിൽ K സുധാകരനല്ലേ? അപ്പോൾ വാസ്തവത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, K മുരളീധരൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. K മുരളീധരൻ തന്നെ പറഞ്ഞു, പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞത്. അന്നൊന്നും K മുരളീധരൻ ഈ പൂരം കലക്കൽ എന്ന് പറയുന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലത്തൊന്നും ഉന്നയിച്ചിട്ടില്ല.
അതുകൊണ്ട് ഞാൻ ഈ ഉന്നയിച്ച 4-5 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ട് വേണം ഇപ്പോൾ സതീശൻ പുറത്തിറക്കിയിട്ടുള്ള പുതിയ സിദ്ധാന്തവുമായിട്ട് വരാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആളുകൾ സതീശൻ പറയുന്നത് പോലെയുള്ള വിവരക്കേട് പറയില്ല. കാരണം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രോത്സവത്തിൽ കലക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേതൃത്വം നൽകി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള, കഴിഞ്ഞ ഏതാണ്ട് 80 വർഷത്തിലേറെക്കാലമായി RSS കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 80 കൊല്ലക്കാലം RSSൻ്റെ പ്രവർത്തനത്തെ അറിയുന്ന ഒരാളും കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ കലക്കാൻ വേണ്ടിയിട്ട് RSS നേതൃത്വം നൽകി എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. സതീശൻ ഇപ്പോൾ പുതിയൊരാരോപണം, ഈ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്, ഒന്നുകിൽ RSSനെ മനസ്സിലാക്കാൻ ഇപ്പോഴും സതീശന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പത്രത്തിൽ വന്നത് RSS ജനറൽ സെക്രട്ടറി അദ്ദേഹം താമസിച്ച പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് സന്ദർശിച്ചു എന്നാണ്. RSS നേതാക്കന്മാർ അവരുടെ യാത്രക്കിടയിൽ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ എവിടെയാണ് താമസിക്കുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളോടുകൂടിയാണ് താമസിക്കുന്നത്, അവരുടെ ജീവിതശൈലി എന്താണ് എന്നുള്ളത് അറിയുന്ന ഒരാൾ പോലും RSS നേതാവ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു എന്ന് പറയില്ല. പിന്നെ സതീശൻ എന്ന് മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഈ വി ഡി സതീശൻ? അതിന് വേറൊരു വി ഡി സതീശനായിരുന്നു എന്ന് എനിക്കറിയില്ല. മാത്രമല്ല 2013 ഇതേ തൃശ്ശൂരിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ വി ഡി സതീശനല്ലേ? അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ പൊതുമധ്യത്തിലുണ്ട്. അന്നൊന്നും RSSനെ കുറിച്ച് സതീശന് അയിത്തം ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ പുതിയ അയിത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, സതീശൻ്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ്, ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേതാവ് ജവഹർലാൽ നെഹ്റു 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ RSSനെ ക്ഷണിച്ചതും സതീശൻ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ, സതീശൻ്റെ പുതിയ ആരോപണങ്ങൾ, പുതിയ സിദ്ധാന്തങ്ങൾ, അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ വരുന്നത് അതാണ്. കാരണം ആ ഗൂഢാലോചന സതീശൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രത്തിൻ്റെയും ഒരു നയപരിപാടിയുടെയും ഭാഗമായിട്ടാണ്. കാരണം PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും ഫോൺ ചോർത്തൽ പോലെയുള്ള ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം സുപ്രീം കോടതി തന്നെ വ്യക്തിയുടെ, പൗരൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന്, ഭരണഘടനയുടെ 22-ാം വകുപ്പിൻ്റെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. തെലങ്കാന ഹൈക്കോടതി രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന നടപടിയാണ് ഈ തരത്തിൽ ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞ ഒരു കൃത്യം. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയും അതിലൂടെ പിണറായി വിജയനും ഈ ആരോപണത്തിന് വിധേയനായിട്ടുള്ള ADGPയെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം, ആ തന്ത്രമല്ലേ ഇപ്പോഴത്തെ ഈ പുതിയ ആരോപണങ്ങളും ഗൂഢാലോചനയും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം. അൻവർ ഉന്നയിച്ചിട്ടുള്ള ഫോൺ ചോർത്തൽ, കസ്റ്റഡി കൊലപാതകം, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊലപാതകം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സതീശന് മിണ്ടാട്ടമില്ല. മാത്രമല്ല, പെഗാസസ് എന്നുള്ള പേരും പറഞ്ഞ് പാർലമെൻറ്റിൽ കുറേ ദിവസം ബഹളം ഉണ്ടാക്കി സഭ സ്തംഭിച്ചതിന് ഞാനും കൂടി സാക്ഷിയാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ വലിയ ബഹളം കാണിച്ച ആളുകളാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ.
ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ ഫോൺ ചോർത്തൽ, ആ ഫോൺ ചോർത്തലിനെ കുറിച്ച് എന്താ സതീശനും സതീശൻ്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ, രാഹുൽ ഗാന്ധിയുടെ വലം കൈയും ഇടം കൈയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കാർക്കും മിണ്ടാട്ടമില്ലാത്തത്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഉൾപ്പെടെയുള്ള ഫോണുകൾ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന് ഭരണകക്ഷി MLA തന്നെ പറഞ്ഞിട്ട് സതീശന് അതിനെക്കുറിച്ച് നടപടിയില്ലാത്തതിൽ ആശങ്കയില്ല. MLA തന്നെ സ്വയം സമ്മതിച്ചു, ഞാൻ തന്നെ നിരവധി ആളുകളുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതോ ചോർത്തിക്കെട്ടിയ വിവരങ്ങളിൽ സതീശനെതിരായിട്ടുള്ള വല്ലതും പിണറായിയുടെ പക്കലുണ്ട് എന്നുള്ള ഭയമാണോ സതീശനെ ഈ കാര്യം ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നതിൽ നിന്ന് തടയുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ RSSനെ അനാവശ്യമായിട്ട് വലിച്ചടക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. മാത്രമല്ല, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന ആളുകളെയാണ് കസ്റ്റഡിയിലെടുക്കുകയും കൊല്ലുകയും ദുരൂഹമായിട്ടുള്ള തീരോധാനം അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. താമർ ജിഫ്രിയും മുഹമ്മദ് അട്ടൂരിൻ്റെയും കുടുംബങ്ങൾ അവർ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും മുട്ടാവുന്ന വാതിലുകളിലൊക്കെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അക്കാര്യത്തിൽ സതീശന് മിണ്ടാട്ടമില്ല, ലീഗിൻ്റെ നേതാക്കന്മാർക്ക് മിണ്ടാട്ടമില്ല. അതുകൊണ്ട് മാസപ്പടി കേസിലെ പോലെ തന്നെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ട് VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ RSSനെതിരായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും RSSനെ ഈ ചിത്രത്തിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും എന്നാണ് എൻ്റെ ബലമായ സംശയം. പിന്നെ സതീശൻ്റെ ഹിന്ദു സ്നേഹം, കാരണം ഹിന്ദുക്കളെ RSS സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സതീശൻ്റെ ഏറ്റവും വലിയ പരാതിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. 2018 ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയപ്പോൾ സതീശൻ എവിടെയായിരുന്നു? സതീശൻ്റെ പാർട്ടി എവിടെയായിരുന്നു? അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യാനും അടികൊള്ളാനും RSSും BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തവണയും സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടെ ദർശനം നടത്താൻ കഴിയാതെ മാലയൂരി പമ്പയിൽ നിന്നും പന്തളത്ത് നിന്നും ഒക്കെ തിരിച്ചുപോയത്. അന്നൊന്നും സതീശന് ഈ ഹിന്ദു സ്നേഹം കണ്ടിട്ടില്ല, അന്നൊന്നും ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രക്ഷ മിണ്ടിയിട്ടില്ല. മാത്രമല്ല, അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ആ പ്രതിഷ്ഠയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനമെടുക്കാൻ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമായിരുന്നില്ല. അതിൽ പങ്കെടുക്കരുത് എന്ന് ആദ്യം ആവശ്യപ്പെട്ട സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കേരളത്തിലേതാണ്. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ്സുകാർ സംശയിച്ചു നിന്നപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാർ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പങ്കെടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞ സംസ്ഥാന ഘടകം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകമാണ്. അതുകൊണ്ട് സതീശൻ ഇപ്പോൾ ഹിന്ദു സംരക്ഷണം, ആ ഹിന്ദു സംരക്ഷണത്തിൻ്റെ വക്താവായിട്ട് വന്നിട്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് BJPയെയും RSSനെയും പഠിപ്പിക്കരുത്. അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമില്ല. ആ കാര്യം ഞങ്ങൾക്ക് കഴിയാവുന്ന തരത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എക്കാലത്തും ഹിന്ദു സമൂഹം ഒരു തരത്തിലുള്ള അവഗണനയ്ക്കും പാത്രമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരം. ന്യൂനപക്ഷ മേഖലയിലുള്ള വോട്ട് പൂരം കലക്കിയതുകൊണ്ട് വന്നു എന്നാണ്. അത് തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിക്കലല്ലേ? കാരണം തൃശ്ശൂരിൽ ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലെ എല്ലാവരും പൂരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ്. പൂരം അലങ്കോലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് തൃശ്ശൂരിലെ ന്യൂനപക്ഷ സ്നേഹികൾ എന്ന് എനിക്ക് അഭിപ്രായമില്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയണം. തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങൾ
പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം കാത്തുനിരുന്നവരാണ്. ഇത്രയും കാലം അവർ ശ്രമിച്ച് നടന്നില്ല. ഇത്തവണ ഒരു പോലീസുകാരൻ വന്നിട്ട് പൂരം കലക്കിയപ്പോൾ തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങളൊക്കെ സന്തോഷിച്ചു. അതുകൊണ്ട് അവരെല്ലാവരും പൂരം കലക്കിയത് സുരേഷ് ഗോപിയാണ് എന്നെങ്ങനെയാണ് അപ്പോഴും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പൂരം കലക്കിയത് കേരളത്തിലെ പോലീസാണ്. അങ്ങനെയാണെങ്കിൽ വോട്ട് കിട്ടേണ്ടിയിരുന്നത് സുനിൽകുമാറിനാണ്. പൂരം കലക്കിയതിൻ്റെ പേരിൽ കലക്കിയ ആളുകൾക്ക് ആണല്ലോ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പൂരം കലക്കിയതിനെ പറ്റിയിട്ട് കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം. ആ കലക്കിയതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടത്ത് എന്താ? അത് പുറത്തു വരട്ടെ, വിടട്ടെ. ആ പുറത്തു വന്ന റിപ്പോർട്ടിൽ ഏത് സാഹചര്യത്തിൽ ആരാണ് ഈ പൂരം കലക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ആളുകൾ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പുറത്തു വരും. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബന്ധം ഇത്രേ ഉള്ളൂ. VS സുനിൽകുമാറും അതുപോലെ K മുരളീധരനും അവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് ഭാരതീയ ജനതാ പാർട്ടിയെയും സുരേഷ് ഗോപിയും പഠിച്ചിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ള പുതിയ ആരോപണം, ആ ആരോപണമായിട്ട് വന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മോഹൻ ഭഗത്ത് അതെ. അല്ല, അത് ADGP ആണ് തീരുമാനിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ADGP പോയത് എന്തുദ്ദേശത്തിലാണ്? ADGP ഇപ്പോൾ ഈ VD സതീശൻ പറയുന്നത് പൂരം കലക്കാനുള്ള ഗൂഢാലോചനയുമായിട്ട് പിണറായി വിജയൻ്റെ സന്ദേശവാഹകനായി ADGP RSS നേതാവിനെ കാണാൻ പോയി. ഇതിൽ ഉത്തരം പറയാവുന്ന മൂന്നാളുകളാണ്. ഒന്ന്, ആദ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ADGPയെ അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടോ? അദ്ദേഹം അയച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. അദ്ദേഹത്തിൻ്റെ സന്ദേശവാഹകനായിട്ടാണ് ഈ ADGP പോയത്. രണ്ട്, അജിത് കുമാർ പറയണം. ADGP പറയണം എന്ത് കാരണത്താലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് ADGP കാണാൻ പോയത്. മൂന്ന്, RSS പറയും. RSS ആണ് അക്കാര്യത്തിൽ പറയേണ്ടത്. എന്തിനാണ് അജിത് കുമാർ വന്നത്? കാരണം RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അവരെല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടാണ് ഇത്തവണയും എടുത്തത്. അവർ പറഞ്ഞത് RSSനെതിരായിട്ട് RSS രൂപീകരിച്ച കാലം തൊട്ട്, അല്ലെങ്കിൽ 1947 തൊട്ടൊക്കെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളെ RSS നേരിട്ടിട്ടുണ്ട്. RSSൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ആരോപണങ്ങളെ നേരിട്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് RSS ഇന്ന് വലിയൊരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് RSSനെതിരായിട്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും പലതരത്തിലുള്ള ദുരാരോപണങ്ങളും വരുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള വക്താവായിട്ട് BJPയുടെ നേതാക്കന്മാർ ഇപ്പോൾ വരണ്ട. കാരണം BJPയുടെ നേതാക്കന്മാരെ ആരെയും RSS വക്താക്കളായിട്ട് നിശ്ചയിച്ചിട്ടില്ല. RSSന് തന്നെ വക്താവുണ്ട്. RSS അതുകൊണ്ട് RSSൻ്റെ വക്താവ് വിശദീകരിക്കും, RSSൻ്റെ ഭാരവാഹികൾ വിശദീകരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങൾ നേരിട്ട് RSSൻ്റെ നേതാക്കന്മാരോട് സംസാരിക്കണം. അവർക്കാണ് ADGP വന്നത് എന്തിനാണ്, വന്നത് ഉദ്ദേശം എന്തായിരുന്നു, അവർക്ക് പറയാൻ പറ്റുന്ന അവർ പറയും. അതുകൊണ്ട് ആ കാര്യത്തിൽ മറുപടി പറയേണ്ട ആൾ ഞാനല്ല. പ്രതികരിക്കാൻ കഴിയാത്ത
അതാണ് ഞാൻ പറഞ്ഞത്. പ്രതികരിക്കാതിരുന്നത് മറച്ചു വെക്കാൻ വേണ്ടിയാണെന്ന് ഈ ജയകുമാർ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് നിങ്ങളാരെങ്കിലും ചോദിച്ചല്ലേ പറയാൻ പറ്റുള്ളവർ. ചോദിച്ചാൽ അവർ പറയും. അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെയാണെന്ന് നിങ്ങളിതിനെ ധരിക്കുന്നു. അത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യത്തിലുള്ള തകരാറായിരിക്കും. എനിക്കറിയില്ല. RSS എപ്പോഴും പറഞ്ഞിട്ടില്ല. RSSന് ഈ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ വക്താവിന് വെച്ചിട്ടുള്ളത്. അതെ. അല്ല, അതിന് എന്തുകൊണ്ടാണത് പറയാത്തത് എന്ന് നിങ്ങൾ പറയുന്നില്ല. എനിക്കങ്ങനെ ബോധ്യമില്ല. ആര്? അതെ. അല്ല, RSS നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങളുടെ കാര്യം മറുപടി പറയേണ്ട ഉത്തരവാദിത്വം BJPയുടെ നേതാക്കന്മാരെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ വേണ്ട സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചോളാം. അല്ല, അത് അവരാണല്ലോ പറയേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വക്താവായിട്ട് ഞാൻ പറയലല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, ഇതിനേക്കാൾ എളുപ്പമല്ലേ മുഖ്യമന്ത്രി ആഴ്ചക്ക് നിങ്ങളെ 1 മണിക്കൂർ ഇരുന്നിട്ട് നിങ്ങളോട് പ്രസംഗിക്കുന്നില്ലേ? ആ കാര്യത്തിൽ ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഇത്? അല്ല, ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ ഒരു പ്രസംഗമുണ്ട്. ചിലപ്പോൾ 4 മണി മുതൽ 4:45 വരെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഈ ADGPയെ നിങ്ങൾ അയച്ചതാണോ എന്നൊരു വാക്ക് ചോദിച്ചൂടെ? ഒരു ചോദ്യം ചോദിച്ചൂടെ? അതെന്താ ചോദിക്കാത്ത? എളുപ്പം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ഭരണാധികാരിയായിട്ട് നിൽക്കുന്ന ആള്, ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആള്, ആ ആള് തന്നെ ഉത്തരം പറയുന്നില്ലെങ്കിൽ പിന്നെ നാഗ്പൂരിലിരിക്കുന്ന RSSന്റെ നേതാവിനെ പോയിട്ട് അന്വേഷിക്കണ്ടല്ലോ. ആ, 2 DGPമാര് എനിക്കറിയില്ല. അതൊക്കെ RSS പറയാൻ പറ്റുള്ളൂ, എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, കാരണം ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ? VD സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ തന്നെ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇനി സഹകരണാത്മക പ്രതിപക്ഷമായിരിക്കും. ഇതേത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2021 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സ്പ്രിംഗ്ലർ വിവാദം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഉന്നയിച്ച് രമേശ് ചെന്നിത്തല CPMനും പിണറായി വിജയനും എതിരായിട്ട് വലിയൊരു ഫൈറ്റ് നടത്താൻ അദ്ദേഹം ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ VD സതീശൻ പുതിയ പ്രതിപക്ഷ നേതാവായി. അപ്പോൾ VD സതീശൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ രമേശ് ചെന്നിത്തലയെ പോലെ കോൺക്ലേവിൽ നേരിട്ട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത് സഹകരണാത്മക പ്രതിപക്ഷമാണെന്നാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബോധ്യമായെന്നാണ് എനിക്ക് ആ മറുപടി കേട്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് തൽക്കാലം ഇപ്പോൾ ഈ അൻവർ നടത്തിയ ശ്രമം എന്താ? ഹേമ കമ്മിറ്റിയുടെ ശുപാർശകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ പുതിയ വെളിപ്പെടുത്തൽ അൻവർ വന്നു. അതോടുകൂടി നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി മാറിയിട്ട് അൻവറിൻ്റെ വെളിപ്പെടുത്തലായി. അൻവറിൻ്റെ വെളിപ്പെടുത്തലിൽ കസ്റ്റഡി മരണം, തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തൽ, സ്വർണ്ണക്കടത്ത്
ഈ സ്വർണം പിടിക്കാനുള്ള ഒരധികാരവും കേരളത്തിലെ പോലീസിനില്ല. പോലീസിന് അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിക്കേണ്ട ഉത്തരവാദിത്തം കസ്റ്റംസിൻ്റെതാണ്. പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നു, എന്നിട്ട് പിടിച്ച ആൾക്കാരെ അനധികൃത കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് പീഡിപ്പിക്കുന്നു, അതിലൊരാൾ കൊല്ലപ്പെട്ടു. ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് RSSുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവരുന്നത് തന്നെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കല്. അത് പിണറായി വിജയനെ സഹായിക്കല. ഞാൻ ചോദിക്കട്ടെ, സതീശനാണല്ലോ, അല്ലല്ലല്ല, സതീശനെതിരായിട്ടല്ല, പിണറായിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ സതീശൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതി പിണറായി, രണ്ടാം പ്രതി സതീശനാണെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അത്രയും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ പിണറായി കുറ്റാരോപിതനായിട്ട് നിൽക്കുമ്പോൾ പിണറായിയെ രക്ഷപ്പെടുത്താൻ ഒരാൾ ശ്രമിക്കുന്നതിനെ തുറന്നു കാട്ടാൻ ശ്രമിക്കുമ്പോൾ പിണറായിയെ കുറ്റവിമുക്തനാക്കിയിട്ടല്ല ഞാനത് ശ്രമിക്കുന്നത്. പിണറായി കുറ്റാരോപിതനാണ്, പിണറായിക്കെതിരായിട്ടാണ് ഇത് മുഴുവൻ സാഹചര്യങ്ങളും. കാരണം കേരളത്തിലെ പോലീസ് അനധികൃതമായിട്ട് ഫോൺ ചോർത്തൽ നടത്തുന്നു. ഇപ്പോൾ ഒരു ചാനലിൽ പുറത്തുവിട്ട പറയുന്നത് സുജിത് ദാസിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സൈബർ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഞാൻ ഫോൺ ചോർത്തിയെന്ന്. കാരണം ഫോൺ ചോർത്തൽ ഗുരുതരമായിട്ടുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നടത്താവുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ആ അന്വേഷണം നടത്തുന്നതിന് പകരം, ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിന് പകരം ഓരോ ഉദ്യോഗസ്ഥൻ അയാളുടെ സ്വന്തം നിലയിൽ ചോർത്തുന്നു. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഭരണകക്ഷി MLA ചോർത്തുന്നു. മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ, മുഖ്യമന്ത്രിക്കെതിരായിട്ട് എൻ്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ നിലപാടുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ വിഷയത്തിലും വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെയും, അതായത് സ്പ്രിംഗ്ലർ ഇടപാടിലും സ്വർണ്ണക്കടത്ത് കേസിലും ശിവശങ്കരൻ എന്തായിരുന്നു റോള്? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായും അവർ നടത്തുന്ന എല്ലാ അവിഹിത ഇടപാടുകളും, ആ ഇടപാടുകൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ആളായിരുന്നു ശിവശങ്കരൻ. MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP അതേപോലെ തന്നെയുള്ള ഒരു റോളാണ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഒരു ആത്മകഥ എഴുതാൻ അനുവാദം വാങ്ങിയില്ല എന്നുള്ള പേര് പറഞ്ഞ് ജേക്കബ് തോമസിനെ 2.5 കൊല്ലക്കാലമാണ് ഈ സർക്കാർ സസ്പെൻഡ് ചെയ്ത് നിർത്തിയത്. ഇത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ട് അയാളെ ഒരു വിശദീകരണ നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറില്ല. അയാളെ ആ സ്ഥാനത്തുനിന്ന് പോലും മാറ്റാൻ തയ്യാറില്ല സർക്കാർ. അതിനർത്ഥം പിണറായി വിജയൻ്റെ സംവിധാനങ്ങളിൽ, ആ സംവിധാനങ്ങളിൽ എന്താണോ നേരത്തെ ശിവശങ്കരൻ ചെയ്തിരുന്നത് അതും അതിനപ്പുറത്തുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ MR അജിത് കുമാർ.